എന്തേ ഇവർ പണ്ട് കറുത്തിരുന്നപ്പം ഇവർക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നോ? ജീവിക്കാൻ സമ്മതിച്ചില്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്യൂട്ടി വ്ളോഗേഴ്സ് പല രൂപത്തിലും ഭാവത്തിലും എന്നുള്ള സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. ഇപ്പൊ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, നീയൊക്കെ കാലെടുത്ത് വെക്കാൻ പോകുന്ന ചെളിക്കുഴിയിലേക്കാണ്, ഇത് വലിച്ചൂരി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ആയിരിക്കും. വ്യക്തിപരമായിട്ട് ആരും എടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും അവർക്കൊക്കെ തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് പേർക്ക് അബദ്ധങ്ങൾ പറ്റിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിള ലൈഫ് സ്റ്റൈൽ മലയാളം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ കമന്റ് സെക്ഷനിൽ തുടരെ ഈ ഒരു പേര് വന്നതുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ എടുത്തു എന്നുള്ളതായിരിക്കും. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്, ഈ ഒരു ചാനൽ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത് കോവിഡിന് 3-4 വർഷങ്ങൾക്ക് മുന്നെയാണ്. ആക്സിഡന്റലി ഒരു വീഡിയോ കണ്ടതാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആരോ ബോധിപ്പിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു വീഡിയോ പോലെ എനിക്ക് തോന്നി. അങ്ങനെ തോന്നാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള റിപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഡിപ്ലോമാറ്റിക്കലി ആരോ എന്തോ ബോധിപ്പിക്കണം എന്നുള്ള പോലെ എനിക്ക് തോന്നി. ബിക്കോസ് ഒരു പൊട്ടിയ ഫോൺ എടുത്ത് പുള്ളിക്കാരത്തി കാണിക്കുകയാണ് ആ ഒരു വീഡിയോയിൽ. ഈ ഒരു ഫോൺ കൊണ്ടാണ് ഞാൻ ഇത്ര നാളും ഷൂട്ട് ചെയ്തത്, ഈ ഫോണിലുള്ള വീഡിയോസ് ആണ് എൻ്റെ ചാനലിലുള്ളത്, അതായത് എൻ്റെ അവസ്ഥ ഇതാണ്, ഇത് മാത്രമേ എനിക്ക് കോണ്ടന്റ് ഉള്ളൂ എന്ന് മറ്റാരെയോ ബോധിപ്പിക്കാനുള്ള ഒരു വീഡിയോ പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഒബ്വിയസ്ലി ഞാൻ അതിന്റെ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ എടുത്ത് നോക്കി. നിള ലൈഫ് സ്റ്റൈൽ മലയാളം ആ ഒരു വ്യക്തിക്ക് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇത് ഉള്ള ഒരു സംഭവമാണ്. പുള്ളിക്കാരത്തേക്ക് അത് വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ തൊട്ട് മുന്നേ ഉള്ള വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായ ഒരു കാര്യം മനസ്സിലായി. അതിന്റെ കമന്റ് സെക്ഷനിൽ ഒരു 10-15 കമന്റ് ഒരാൾ ഇട്ടിരിക്കുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷനോട് കൂടിയാണ്. ആള് ഒരു ആയുർവേദ ഡോക്ടറാണ്, ഒരു ലേഡി ആയിരുന്നു, പേരൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ആ വ്യക്തി, ആ ആയുർവേദ ഡോക്ടർ ഒരുപാട് ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുകയും അവസാനം ഒരു വാർണിങ്ങോട് കൂടി അവർ ആ കമന്റ് സെക്ഷൻ നിർത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. മറ്റു പല വീഡിയോയിലും അവരുടെ കമന്റ് കണ്ടു. അപ്പോൾ അവർ ചോദിച്ചിരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ആയുർവേദ മരുന്നുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കളായി നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിലൂടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ് ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്? ഇതിനെക്കുറിച്ച് എന്ത് അറിവാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്കിതിന് ലൈസൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? വാർണിംഗ് ഇങ്ങനെയായിരുന്നു, അധികം താമസിക്കാതെ നിയമപരമായിട്ട് നേരിടേണ്ടി വരും. അപ്പോൾ ആ ഒരൊറ്റ കമന്റിനുള്ള റിപ്ലൈ ആയിരുന്നു ഞാൻ ആദ്യം കണ്ട വീഡിയോ എന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പൊ അന്ന് മുതലേ ഞാൻ നോട്ടീസ് ചെയ്ത് വെച്ചിരുന്ന ചാനലായിരുന്നു ഈ നിള ലൈഫ് സ്റ്റൈൽ മലയാളം. ഭാഗ്യത്തിന് ഇന്നലെ ഞാൻ ആ വീഡിയോ നോക്കിയപ്പോഴും കോണ്ടന്റുകൾക്കൊന്നും ഒരു വ്യത്യാസവുമില്ല. കറുത്തവരെ ഇതിലേ വരൂ, ഞാൻ വെളുപ്പിക്കാം. കറുത്തവരെ, നിങ്ങളെ കൊണ്ട് ഈ ലോകത്തിന് ഒരു ഗുണവുമില്ല, നിങ്ങൾ വെളുത്താലേ നിങ്ങൾക്ക് വാല്യൂ ഉള്ളൂ, അതായത് കറുപ്പിന് 0 വാല്യൂ ആണ് എന്ന് ഇരുണ്ട നിറമുള്ള ആളുകളെ അത് നിങ്ങൾ വിശ്വസിപ്പിക്കുക, അവരിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കുക. ഡെയിലി ഓരോ വീഡിയോസ് ഇട്ട് ഈ കടൽ മത്സ്യങ്ങളിലൊക്കെ ഫോർമലിനൊക്കെ ഇഞ്ചെക്ട് ചെയ്യാറുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഒരുപാട് നാളിങ്ങനെ കേടകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി അതുപോലുള്ള പോയിസൺ ആയിട്ടുള്ള സംഭവങ്ങൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് പോലെയാണ് ഇവരുടെ ഓരോ വീഡിയോസും, അതിന്റെ ക്യാപ്ഷൻസും തംബ്നെയിലും എന്നൊക്കെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവരെ വിശ്വസിച്ച് ഇന്നോ വെളുത്തില്ല, ഇനി നാളെയെങ്കിലും വെളുക്കുമായിരിക്കും എന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവരുടെ ചാനലുണ്ട് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം അവരുടെയൊക്കെ ഒരു ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ പറയുകയാണ്, അതായത് വളച്ചുകെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുമോ എന്ന് ഓർത്ത് വളച്ചുകെട്ടില്ലാതെ വ്യക്തമായിട്ട് അങ്ങോട്ട് പറയാം. സ്ഥിരമായി ഇരുണ്ട നിറത്തെ വെളുപ്പിക്കാനുള്ള ഒരു മരുന്നുകളും ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ട് എന്നോട് ചോദിക്കും, ആണോ അപ്പോൾ ഗ്ലൂട്ടാത്തയോണോ എന്ന്? ഗ്ലൂട്ടാത്തയോൺ എങ്ങനെയാണ് എടുക്കുന്നത്? ആ ട്രീറ്റ്മെന്റിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചു നേരം ആകാശത്ത് നോക്കി ആലോചിച്ചിട്ട് പറയുന്നതായിരിക്കും. ഒരിക്കലുമല്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിവുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളോട് ചോദിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് സംസാരിക്കുന്നത്. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഇരുണ്ട നിറമുള്ള ഒരു വ്യക്തി ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, നല്ല ഒരു ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ആണ് എങ്കിൽ അദ്ദേഹം വ്യക്തമായിട്ടും പറയും, ആദ്യം പറയുന്ന ഒരു കാര്യം, 100% നിറം വെക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം മെജോറിറ്റി ആളുകളും നിറം വെച്ചിട്ടുണ്ട്, പക്ഷെ ഒരു 5-10% ആളുകൾ നിറം വെച്ചിട്ടില്ല എങ്കിലും നല്ലൊരു ഗ്ലോ വരും, ഒരു ഓജസ്സും തേജസ്സും ഒക്കെ അവർക്കുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ 5-10% ആളുകൾ നിറം വെച്ചിട്ടില്ലാത്തത് കൊണ്ട് 100% റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ 100% റിസൾട്ട് കിട്ടും എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. ഈ പരസ്യങ്ങളുടെ മുകളിൽ, അല്ലെങ്കിൽ അതായത് കറുത്തവരെ ഇതിലേ വരൂ, ഞങ്ങൾ വെളുപ്പിക്കാം, അല്ലെങ്കിൽ ഈ വയറിലുള്ള കൊഴുപ്പൊക്കെ എടുത്തു കളഞ്ഞ് നിങ്ങളെ സ്ലിം ബ്യൂട്ടികളാക്കാം എന്നൊക്കെ പരസ്യങ്ങൾ ചെയ്ത്, അതായത് ഒരു ബിസിനസ് പോലെ ക്ലിനിക്കുകളെ കൊണ്ട് നടക്കുന്ന അങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ ആളുകളൊക്കെ നിങ്ങളോട് ചിലപ്പോൾ പറയുമായിരിക്കും 100% ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും ഗ്ലൂട്ടാത്തയോൺ എന്ന ട്രീറ്റ്മെന്റ് ഒരു വ്യക്തി 12 മുതൽ 18 അല്ലെങ്കിൽ 16 വരെയുള്ള സെഷൻസ് ഡോസുകൾ എടുത്തിരിക്കണം. ഒരൊറ്റ ഡോസിന് നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കേണ്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 8 മുതൽ 12-14,000 വരെ എമൗണ്ട് ആണ്. 8 എന്ന് പറയുന്നത് വെറും 8 രൂപയാണെന്ന് വിചാരിക്കരുത്, 8,000 മുതൽ
8,000 to 14,000. 5,000-ന് ഈ ഗ്ലൂട്ടാത്തയോൺ മെഡിസിൻ കിട്ടുന്ന ക്ലിനിക്കുകൾ ഉണ്ടെന്നൊക്കെയാണ് കേട്ടത് എറണാകുളത്ത്. എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്നറിയില്ല. കയ്യിലെ പൈസയെല്ലാം പോയി, പോക്കറ്റ് കാലിയായി, കീശയും കീറി കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് അയ്യോ ഇതിനത്ര എഫക്റ്റ് ഇല്ലല്ലോ എന്ന്. അപ്പോൾ നല്ല ഹോസ്പിറ്റൽ ഈ ഒരു മെഡിസിൻ തന്നെ പല ബ്രാൻഡുകളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ 8 മുതൽ 14,000 വരെ എമൗണ്ട് നിങ്ങൾ കൊടുത്ത് 12 മുതൽ 16, 18 സെഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഗ്ലൂട്ടാത്തയോൺ. അതിൽ ഒരു 8ാമത്തെയോ 9ാമത്തെയോ സെഷൻ ഒക്കെ എത്തുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്, അതായത് വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു 16ാമത്തെയോ 14ാമത്തെയോ സെഷനോടുകൂടി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മരണം വരെ നിങ്ങൾ വെളുത്തിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഈ ഒരു 12, 14 സെഷൻ കഴിയുമ്പോൾ തന്നെ 1,00,000-ലധികം രൂപ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചിലവാക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മരണം വരെ വെളുക്കും? ഒരിക്കലുമല്ല. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. 4 മാസമൊക്കെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ നിറത്തിലേക്ക് വരും. അപ്പോൾ ഈ കൃത്യമായ ഇടവേളയ്ക്കുള്ളിൽ മെയിൻ്റനൻസ് ഡോസ് ഉണ്ട് ഗ്ലൂട്ടാത്തയോണിൻ്റെ, ഒരൊറ്റ ഡോസ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഓരോ ഡോസിന് എത്രയായിരുന്നു കൊടുത്തിരുന്നത്? 8 മുതൽ 12,000, 14,000, 16,000 വരെ. അപ്പോൾ ഈ 14,000 രൂപ നിങ്ങൾ ഓരോ 2 മാസം കൂടുമ്പോഴും കൊടുത്ത് ഓരോ ഡോസ് മെയിൻ്റനൻസ് ഡോസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അതിലാണ് നിങ്ങളുടെ വെളുപ്പ് നീണ്ടു നിൽക്കുക എന്നൊരു സംഭവം വരുന്നത്. അല്ലാതെ ആ ഒരു സെഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മരണം വരെ വെളുത്ത് പന്തലിച്ചിരിക്കുമെന്ന് ആരും വിചാരിക്കരുത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കാര്യം മനസ്സിലായി? സ്ഥിരമായി വെളുത്തിരിക്കാൻ പാകത്തിന്, അതായത് ഒരൊറ്റ കൈ പ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ മരണം വരെ വെളുപ്പിക്കുക എന്നൊരു സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം മെഡിക്കൽ സയൻസ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോഴാണ് ഏതോ ഒരു ജില്ലയിലെ ഒരു ചേച്ചി അവരുടെ സ്വന്തം വീട്ടിൽ, അവരുടെ സ്വന്തം പരീക്ഷണശാലയിൽ പൊടിച്ച് അരച്ച് കലക്കി വേവിച്ച് പുഴുങ്ങി ആവിയിൽ കയറ്റി നിർമ്മിക്കുന്ന ക്രീമുകളും അല്ലെങ്കിൽ അവർ കണ്ടെത്തി തരുന്ന പൊടിക്കൈകളും ഉപയോഗിച്ച് വെളുപ്പിക്കാം എന്ന് പറയുന്നത്. വെളുപ്പിക്കാം എന്ന് മാത്രമാണ് പറയുന്നത്. ഇത് 2 ദിവസം യൂസ് ചെയ്തില്ലെങ്കിൽ കറക്കും എന്ന് നിങ്ങളോട് പറയുന്നുണ്ടോ? ഇല്ല. അവരുടെ എല്ലാ തംബ്നെയിലും ക്യാപ്ഷനിലും ഒക്കെ വെളുക്കാം, പണ്ട് ഞാൻ കറുത്തതായിരുന്നു, ഇപ്പോൾ വെളുത്തു, അതുകൊണ്ട് നിങ്ങൾക്കും വെളുക്കാം. ഇത് നിർത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് പനി പിടിച്ച് നിങ്ങളൊരു 10 ദിവസം കിടന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കറക്കുമെന്ന് ഇവർ പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നില്ല. ആ ഒരു ഭാഗം ഹൈഡ് ചെയ്തിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവരുടെ കോണ്ടന്റ് മാത്രമാണ് ഈ വെളുപ്പിക്കുക എന്നുള്ളത്. അല്ലാതെ ഇവരെ വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ കരുതുന്നത് പോലെ, അതായത് ഇവരുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വെളുത്താൽ മാത്രമേ ചേച്ചിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ, അതൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ജോലി പോലെയാണ് ചേച്ചി ചെയ്യുന്നത് എന്നുള്ള ചിന്തകളൊന്നും ആരും ഇനി മുതൽ വിശ്വസിക്കരുത്. അവരുടെ കോണ്ടന്റ് മാത്രമാണ്. ശരിയാണ്, അവരുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾ കണ്ടതുപോലെ അവരുടെ ടീനേജിൽ അവർ കുറച്ച് ഇരുണ്ട നിറമായിരുന്നു. അതിനുശേഷം അവർ വെളുത്ത് ഇപ്പം നല്ല വെളുത്ത് ഒരു സുന്ദരിമണി ആയിട്ടുണ്ട്. അത് അവരങ്ങനെ ആയിരിക്കാം. എത്രയോ സ്ത്രീകളുണ്ട് ടീനേജ് വരെയൊക്കെ ഇരുണ്ട നിറമായിട്ട്, അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയിൽ തന്നെ ഒരു ഡയലോഗുണ്ട്, അതായത് എന്തുവാ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പണ്ട് അങ്ങനെയല്ലായിരുന്നു ഇപ്പൊ ഭയങ്കര സുന്ദരിയായി എന്ന് അർത്ഥം വരുന്ന ഡയലോഗൊക്കെ ഉണ്ടല്ലോ. മാത്രമല്ല ഇവർ നിങ്ങൾക്ക് വീഡിയോയുടെ മുന്നിൽ ഈ കാണിച്ചു തരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ദോശമാവ് കലക്കി മുഖത്ത് തേക്കുക, അല്ലെങ്കിൽ ഇവരുടെ ചില മരുന്നുകളൊക്കെ തേക്കുക, അല്ലെങ്കിൽ ഈ കോഫി പൗഡർ തേക്കുക എന്നുള്ളത് മാത്രം. അവരെന്ത് കഴിക്കുന്നു എന്നുള്ളത് നിങ്ങൾ സദാസമയം കാണുന്നുണ്ടോ? ചില വീഡിയോസിലൊക്കെ ചില ആഹാര സാധനങ്ങൾ കാണുന്നുണ്ട് കഴിക്കുന്നത്, പക്ഷെ അല്ലാതെ അവർ സ്ഥിരമായിട്ട് ഉള്ളിൽ അതിന് തക്കതായിട്ടുള്ള ഫുഡ് അവർ കഴിക്കുന്നുണ്ട്. അത് നിങ്ങളെ കാണിക്കുന്നില്ല, നിങ്ങൾ കാണുന്നില്ല. അല്ലാതെ ഈ മുഖത്ത് തേക്കുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ വെളുക്കും എന്നുള്ള തെറ്റിദ്ധാരണ ഇനിയെങ്കിലും മാറ്റി വയ്ക്കുക. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അറിഞ്ഞോ അറിയാതെയോ സാധാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ഇവരെ വിശ്വസിച്ചിരിക്കുന്ന, അന്ധമായി വിശ്വസിച്ചിങ്ങനെ ഇരിക്കുമല്ലോ, ഞാൻ നാളെ വെളുക്കും ഇന്ന് വെളുക്കും എന്നൊക്കെ വിചാരിച്ച്, അങ്ങനെയുള്ള ആളുകളിലേക്ക് ഒരു തരം വിഷം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ അപകർഷതാ ബോധം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതില്ലാത്തവരിലാണെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് വളർത്തിയെടുക്കുക ചെയ്യുന്നത്. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ വീഡിയോസ് ഇട്ട് അതിന്റെ ക്യാപ്ഷൻസും തമ്മിലൊക്കെ വായിക്കുമ്പോൾ തന്നെ ഈ അപകർഷതാ ബോധം ഇങ്ങനെ വളർന്ന് അവനവനോടുള്ള ഇഷ്ടം അങ്ങോട്ട് കുറയും. സ്വന്തം വ്യക്തിത്വത്തോട് വെറുപ്പ് തോന്നും. കണ്ണാടിയുടെ മുന്നിലൊക്കെ പോയി നിന്നാൽ ശരിയാണല്ലോ, ഞാൻ കറുപ്പാണ്, ഈ വീഡിയോ അങ്ങോട്ട് ഇടുമ്പം നിങ്ങൾ ഇരുണ്ടവരാണോ, ഇങ്ങോട്ട് വരൂ, ഞാൻ ഇത് തേച്ചു കഴിഞ്ഞാൽ വെളുക്കും, ഞാൻ പണ്ട് കറുത്തിരുന്നതാണ്, എന്തേ ഇവർ പണ്ട് കറുത്തിരുന്നപ്പം ഇവർക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നോ? ജീവിക്കാൻ സമ്മതിച്ചില്ലേ ആരും? കറുത്തവരെ ലോകം അംഗീകരിക്കില്ലേ? കറുത്തവരെ ആരും കല്യാണം കഴിക്കില്ലേ? കറുത്തവരുടെ സിനിമകൾ കാണാറില്ലേ? വിജയ് സേതുപതി ഉണ്ട്, ആർക്കും ഇഷ്ടമല്ലേ? എൻ്റെ പൊന്നെ, ആരോട് ചോദിച്ചാലും വിജയ് സേതുപതി. കറുത്തവർ ഒരു റീലോ വീഡിയോ ഇട്ടാലും നിങ്ങൾ കാണാറില്ലേ? ആണെങ്കിലേ സോഷ്യൽ മീഡിയയിൽ കീർത്തന രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. അവരിടുന്ന വീഡിയോസ് കാണാം. ഞാനാണെങ്കിൽ ഒരു 10-100 തവണയൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരാളാണ്. അവരുടെ കോണ്ടന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമകളുടെ സോങ് സീക്വൻസസ് റിക്രിയേറ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള ശൈലി റിക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ചാനൽ അപ്ലോഡ് ചെയ്യും.
അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു അന്തസത്ത നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സിനിമ അതിൻ്റെ സോങ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരിയായിട്ടുള്ള പൂവമ്പഴം പോലുള്ള തക്കാളിപ്പഴം പോലെയുള്ള സുന്ദരികളായിട്ടുള്ള നായികമാർ നല്ല രീതിയിൽ അഭിനയിച്ച് തകർത്ത് വിജയിപ്പിച്ച സിനിമയുടെ സീക്വൻസ് എടുത്ത് ഈ പെൺകുട്ടിയുടെ തനതായ ശൈലി റീക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നവർക്കുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ അളന്നത് അവളുടെ നിറമാണോ, അവളുടെ സൗന്ദര്യമാണോ, അവളുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ? അവളുടെ കഴിവല്ലേ. അതായത് ശരിക്കുമുള്ള ആ സിനിമയിലെ സീക്വൻസ് ഒന്നുമല്ല, ഇതാണ് ഭംഗി, ഇങ്ങനെയൊക്കെ ഇത്രയും ഭംഗിയാക്കാമായിരുന്നോ എന്നുള്ള അവളുടെ കഴിവില്ലേ, അതിനെ ആ രീതിയിൽ മെച്ചപ്പെടുത്തിയ ആളുകളുടെ മുന്നിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടും, എന്നെ ആളുകൾ ഇഷ്ടപ്പെടും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസിലെ സെൽഫ് റെസ്പെക്റ്റ്, സ്വാഭിമാനം എന്ന് കേട്ടിട്ടില്ലേ, സെൽഫ് കോൺഫിഡൻസ്, ഇതൊന്നും ആരുടെ മുന്നിലും അടിയറവ് വയ്ക്കാതിരുന്നാൽ തന്നെ, സ്വന്തം വ്യക്തിത്വത്തോട് സ്നേഹം തോന്നിയാൽ തന്നെ നിങ്ങൾ സുന്ദരികളും സുന്ദരന്മാരുമാണ്. നിറവൊന്നുമല്ല, എനിക്ക് കഴിവുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്തിനേയും ഞാൻ പിറകിലാക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമുണ്ടല്ലോ, അത് മാത്രമേ എല്ലാവരും നോക്കത്തുള്ളൂ. ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിരുന്ന നായികമാരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് നിമിഷ സജയനെ പോലുള്ളവർ എന്ത് മേക്കപ്പാണ്, ഒരു മേക്കപ്പും ഇല്ല. സിനിമയിൽ കാണുമ്പോൾ തന്നെ അറിയാം മുഖത്ത് അവിടെ ഇവിടെയൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ട് എന്ന്. അതൊന്നും കവർ ചെയ്യാതെ മേക്കപ്പ് വേണ്ട ക്യാരക്ടേഴ്സ് എത്ര ഭംഗിയായിട്ടാണ്. ഈ ലോകം മുഴുവൻ പറഞ്ഞില്ലേ എക്സലന്റ് ആർട്ടിസ്റ്റ് ആണെന്ന്, അംഗീകരിച്ചില്ലേ സ്റ്റേറ്റ് അവാർഡ് കൊടുത്ത്. എന്തിനാണ് അംഗീകരിച്ചത്? അവളുടെ സൗന്ദര്യത്തെയാണോ? അവളുടെ കഴിവ് വന്നപ്പോഴാണ് അവളുടെ സൗന്ദര്യം പൂർണ്ണതയിലെത്തിയത്. ഈ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കുക. ബാക്കി ഇതുപോലുള്ള ഈ വ്ളോഗ്, ഈ യൂട്യൂബേഴ്സ് വെളുപ്പിക്കാം എന്ന് പറയുന്ന അവരുടെ കോണ്ടന്റ് മാത്രമാണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഗ്ലൂട്ടാത്തയോണിന് പോലും പരിധികളുണ്ട്. നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നോ അവിടെ നിൽക്കും ഈ ഗ്ലൂട്ടാത്തയോണിന്റെ പ്രവർത്തനം എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഇതൊക്കെ ഇവരുടെ കോണ്ടന്റ് മാത്രമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഉള്ളിൽ വിഷം കുത്തിക്കയറ്റാണ്. ഇവരുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും ഈ കറുത്തിരിക്കുന്നവരാണോ, അങ്ങനെയാണെങ്കിൽ ഇത് തൂത്താൽ മതി, വെളുപ്പിക്കാം എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ എനിക്ക് തേക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം നിങ്ങൾ കറുത്തവരാണ് എന്ന്, നിങ്ങൾ ഇരുണ്ടവരാണ് എന്ന്. നിങ്ങളുടെ വ്യക്തിത്വത്തോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നി തുടങ്ങുവാണ്. അപ്പോൾ അത്രമാത്രം, അതായത് ഉള്ളിലുള്ള അപകർഷതയെ ഇരട്ടി അല്ലെങ്കിൽ ഇല്ലാത്ത അപകർഷതയെ അതങ്ങോട്ട് ഈ പോയിസൺ ഇഞ്ചക്ട് ചെയ്ത് വളർത്തി നിങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പുണ്ടാക്കുകയാണ് ഇൻഡയറക്ട്ലി ഇവർ ചെയ്യുന്നത്, അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത്. സ്ഥിരമായി വെളുപ്പിക്കുക എന്നുള്ളൊരു അത്ഭുത പ്രവൃത്തി ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. സ്ഥിരം നിങ്ങളിങ്ങനെ തേച്ചിരുന്ന് കഴിഞ്ഞാൽ വെളുക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഒരു ദിവസം തേപ്പ് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുമെന്നുള്ള കാര്യം വ്യക്തമായി ഓർക്കും. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. ഈ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നിർത്താൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.